ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന വനിതകളുടെ ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 3 മുതൽ 20 വരെ UAEയിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ടീമിനെ നയിക്കുന്നത് സ്റ്റാർ ബാറ്റർ ഹർമൻപ്രീത് കൗറാണ്. മറ്റൊരു സൂപ്പർ താരമായ സ്മൃതി മന്ദനയെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചിട്ടുണ്ട്. 2 മലയാളി താരങ്ങൾ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് കേരളത്തിനും ആഹ്ലാദിക്കാൻ വക നൽകുന്നു. സജന സജീവനും ആശാ ശോഭനയുമാണ് ടീമിലെ മലയാളി സാന്നിധ്യങ്ങൾ. പക്ഷേ മറ്റൊരു മലയാളി താരം മിന്നുമണി ടീമിൽ ഇടം നേടിയില്ല. പരിചയസമ്പത്തിനൊപ്പം യുവത്വത്തിനും പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാണ് ടൂർണമെന്റിനായി ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മിന്നുമണി തഴയപ്പെട്ടതൊഴിച്ചാൽ ടീമിൽ കാര്യമായ സർപ്രൈസുകളൊന്നും തന്നെയില്ല. വനിതാ പ്രീമിയർ ലീഗിൽ മിന്നുന്ന പ്രകടനം നടത്തിയ ചില താരങ്ങളുടെ സാന്നിധ്യമാണ് ടീമിലെ പ്രധാന ആകർഷണം. ബംഗ്ലാദേശായിരുന്നു T20 ലോകകപ്പിന് നേരത്തെ ആതിഥേയത്വം വഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവിടുത്തെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം കാരണം ടൂർണമെന്റ് UAEയിലേക്ക് മാറ്റാൻ ICC തീരുമാനിക്കുകയായിരുന്നു. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ഒക്ടോബർ 4-ന് ദുബായിൽ വെച്ച് ന്യൂസിലാൻഡിനെതിരെയാണ്. 6-ന് ചിരവൈരികളായ പാകിസ്ഥാനുമായി ഇന്ത്യൻ ടീം കൊമ്പുകോർക്കും. 9-ന് ശ്രീലങ്കയെയും 13-ന് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെയും ഇന്ത്യൻ പെൺപട നേരിടും. ലോകകപ്പിന് മുൻപ് 2 സന്നാഹ മത്സരങ്ങളിലും ഇന്ത്യൻ ടീം കളിക്കും. അടുത്ത മാസം 29-ന് വെസ്റ്റ് ഇൻഡീസുമായി ഏറ്റുമുട്ടുന്ന ഇന്ത്യൻ ടീം ഒക്ടോബർ 1-ന് സൗത്ത് ആഫ്രിക്കയുമായും മാറ്റുരയ്ക്കും. 2009-ൽ ആരംഭിച്ച ടൂർണമെന്റിന്റെ ചരിത്രമെടുത്താൽ ഏറ്റവുമധികം തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ടീം ഓസ്ട്രേലിയയാണ്. 6 തവണയാണ് അവർ ലോക ചാമ്പ്യൻ പട്ടത്തിന് അവകാശികളായത്. ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും ഓരോ തവണ വീതം ജേതാക്കളാവുകയും ചെയ്തു. ഇന്ത്യക്ക് ഇതുവരെ ഈ ടൂർണമെന്റിൽ കിരീടം നേടാനായിട്ടില്ല. 2020-ൽ ഫൈനലിലെത്തിയതാണ് ഏറ്റവും മികച്ച പ്രകടനം. അന്ന് കലാശക്കളിയിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു.